ദുർഗ രാവിലെ ഹോസ്പിറ്റലിൽ വന്നതു മുതൽ കാശിയുടെ ടെസ്റ്റ് റിപ്പോർട്ട് അടങ്ങിയ ഫയലും നോക്കി ഇരിപ്പാണ്. പഴയ ടെസ്റ്റ് റിപ്പോർട്ട് ഫയലും തൊട്ടടുത്തുണ്ട്. ഈ സമയമാണ് ഡോക്ടർ ഷാഹുൽ കയറി വരുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ ദുർഗ. ഷാഹുലിൻ്റെ വിഷൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. നോക്കൂ ഡോക്ടർ. അവൾ കയ്യിലെ ഫയൽ അയാൾക്കു നേരെ തിരിച്ചു വെച്ചു. എന്താ പ്രോബ്ലം? നോക്കൂ ഡോക്ടർ, കാശിനാഥിൻ്റെ പുതിയ ടെസ്റ്റ് റിപ്പോർട്ട് പഴയതിന് സെയിം തന്നെ. അതെ, അതിനെന്താ പ്രശ്നം? ഡോക്ടർ, കാശിനാഥിന് നല്ല മാറ്റമുള്ള സാഹചര്യത്തിൽ അത് പുതിയ ടെസ്റ്റ് റിപ്പോർട്ടിൽ കാണിക്കുമല്ലോ. എനിക്ക് തോന്നുന്നത് പുറത്ത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണമെന്നാണ്. വാട്ട്? അപ്പോൾ ഡോക്ടർക്ക് ഇവിടുത്തെ ലാബ് റിപ്പോർട്ടിൽ വിശ്വാസക്കുറവുണ്ടെന്നല്ലേ പറയുന്നത്? പിന്നെ ഞാൻ എന്താ കരുതേണ്ടത് ഡോക്ടർ? ഈ റിപ്പോർട്ട് തന്നെ അതിനുദാഹരണമല്ലേ? ദുർഗയ്ക്ക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വിശ്വാസമില്ല എന്നാണോ പറയുന്നത്? എനിക്കറിയില്ല. ഏതായാലും ഞാൻ പുറത്ത് ലാബിൽ ടെസ്റ്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ നാസിർ സർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഷാഹുൽ പുച്ഛത്തോടെ ചോദിച്ചു. സാർ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാശിനാഥ് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ദുർഗ സ്വയം പറയുകയാണ്. ഡോക്ടർ എന്തെങ്കിലും ചെയ്യൂ, ഞാൻ റൗണ്ട്സിന് പോവുകയാണ്. ഷാഹുൽ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. ദുർഗ കാശിയുടെ റൂമിലേക്ക് കയറിയതും കാണുന്നത് ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്ന് എങ്ങോട്ടോ നോട്ടം പായിച്ചിരിക്കുന്ന കാശിയെയാണ്. ഹായ് കാശിനാഥ്, എന്താ പറ്റിയത് തനിക്ക്? ഇന്നലെ താൻ കൺട്രോൾ അല്ലായിരുന്നോ? രാത്രിയും ഉറങ്ങിയില്ല. ഇന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഫാമിലിയെ കാണുമ്പോൾ തനിക്ക് എന്താണ് തോന്നുന്നത് കാശിനാഥ്? ദുർഗ അവൻ്റെ റൂമിലേക്ക് കണ്ണൊടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. കാശി ഒന്നും മിണ്ടാതെ ആ നോട്ടം തന്നെ തുടർന്നു. എന്താ ഉണ്ടായത് കാശിനാഥ്? അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്ത് മെഡിസിനാണ് എനിക്ക് തന്നത്? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തരുന്ന മരുന്ന്, അതാണ് എന്നെ ആ അവസ്ഥയിൽ കൊണ്ടുപോകുന്നത്. എന്താ നിൻ്റെ ഉദ്ദേശം? എന്തിനെന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാണ്? എന്താണ് കാശിനാഥ് താൻ പറയുന്നത്? എന്തേ, നിങ്ങൾക്കൊന്നും അറിയില്ലേ ഡോക്ടർ ദുർഗ? എൻ്റെ ചുറ്റും ശത്രുക്കളാണ്. ആദ്യം ആക്സിഡൻ്റ് രൂപത്തിൽ എൻ്റെ അച്ഛനെ കൊന്നു. ഇപ്പോൾ എന്നെ ഈ തടവറയിൽ ഭ്രാന്തൻ എന്ന മുദ്രയും കുത്തി ഇവിടെ തളച്ചിട്ടത് ആർക്ക് വേണ്ടി? അതാണ് എനിക്ക് അറിയേണ്ടത്. കാശി ദുർഗയിലേക്ക് തന്നെ നോട്ടമിട്ടുകൊണ്ട് അലറി. അവൻ്റെ കണ്ണുകൾ രക്തചുവപ്പായിരുന്നു. ഞരമ്പുകൾ ഉയർന്നു നിന്നിരുന്നു. നീയും എൻ്റെ ശത്രുവാണ്. നിന്നോട് എനിക്ക് അല്പം വിശ്വാസം തോന്നിയിരുന്നു. നീയും എന്നെ ചതിക്കുകയാണ്. ഡോക്ടർ ദുർഗ, ആർക്ക് വേണ്ടിയാണ് എനിക്ക് വിഷം കലർന്ന മരുന്ന് നൽകുന്നത്? എൻ്റെ ചെറിയച്ഛൻ എത്ര രൂപ തന്നു നിനക്ക്? പറയ്, എത്ര രൂപയാണ് എന്നെ ഇവിടെ തളക്കാൻ തന്നത്? എന്താണ് കാശിനാഥ് പറഞ്ഞത്? ചെറിയച്ഛനോ? ആ മഹാദേവൻ, അയാൾ തന്നെ. കാശി, ഞാൻ നിങ്ങളുടെ ഡോക്ടർ ആയിട്ടല്ല മുന്നിൽ നിൽക്കുന്നത്, ഒരു ഫ്രണ്ടായിട്ടാണ്. ദുർഗ കൈകെട്ടി അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ദുർഗയുടെ ഫ്രണ്ട് എന്ന വാക്ക് കേട്ടതും കാശി ഉറക്കെ ചിരിച്ചുപോയി. നിന്നെ പോലെയുള്ള ഫ്രണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ശത്രു വേണം? നീ തന്നെ ധാരാളം. നീയും എൻ്റെ ശത്രുവാണ്. നിൻ്റെ വീട്ടുകാരുടെ ശത്രുതയ്ക്കുള്ള പകരം വീട്ടിലാണോ എൻ്റെ മേലുള്ള നിൻ്റെ ചികിത്സ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഡോക്ടർ ദുർഗ. ഭ്രാന്തുണ്ടെങ്കിലല്ലേ എനിക്ക് ഭ്രാന്തനാകാൻ കഴിയൂ? നിങ്ങൾ തരുന്ന മെഡിസിനാണ് എൻ്റെ സമനില തെറ്റിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ സമ്മതിക്കില്ല. എന്നെ വേട്ടയാടുന്നവർക്ക് ഞാൻ കരുതി വെച്ചിട്ടുണ്ട് ഡോക്ടർ ദുർഗ. അവൻ്റെ ഓരോ വാക്കും ദുർഗക്കുള്ള സംശയം ഇരട്ടിക്കുകയാണ്. സത്യം പറയ്, എന്നെ ഒതുക്കാനുള്ള ബുദ്ധി ആരുടേതാണ്? കാശി അട്ടഹസിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ സ്റ്റീൽ ഗ്ലാസ് അവൾക്കു നേരെ എറിഞ്ഞു. ഒരു നിലവിളിയാണ് ദുർഗയിൽ നിന്ന് ഉയർന്നത്. അവൾ നെറ്റിയിൽ കൈവച്ച് അവനെ ഭയത്തോടെ നോക്കി. നിനക്ക് വേദനിച്ചു അല്ലേ? അപ്പോൾ ഞാനോ? എൻ്റെ അവസ്ഥ, ഞാൻ എത്ര മാസങ്ങളായി അനുഭവിക്കുന്ന വേദന, അത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനായിട്ട് നിന്നെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. എന്നിട്ടും എന്നോട് എന്തിനായിരുന്നു? കാശി ദുർഗയുടെ നേർക്ക് വന്നു. അവൻ്റെ വരവിനനുസരിച്ച് ദുർഗ ബാക്കിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. അവസാനം ചുവരിൽ തട്ടി നിന്നതും കാശിയുടെ കൈകൾ അവളുടെ കഴുത്തിൽ മുറുകി. ശ്വാസമെടുക്കാനാവാതെ അവൾ പിടയുകയാണ്. അവൻ്റെ കൈകൾ വലിച്ചു മാറ്റാനും നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് കാശിയുടെ കണ്ണുകൾ ദുർഗയുടെ നെറ്റിയിൽ ഒഴുകിയിറങ്ങുന്ന രക്തത്തിലേക്ക് ഉടക്കിയത്. അവൻ ദുർഗയുടെ കഴുത്തിൽ നിന്നും കൈ അയച്ചു. അവളുടെ നെറ്റിയിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൽ തൊട്ടു. അയ്യോ, രക്തം! കാശിക്ക് ഭ്രാന്ത് തന്നെയാണ്. കാശി കയ്യിലായ രക്തം ഡെക്സിൽ തുടച്ചുകൊണ്ട് കട്ടിലിൽ തന്നെ പോയിരുന്നു. ഇല്ല കാശി, തനിക്ക് ഭ്രാന്തില്ല. താൻ നോർമൽ തന്നെയാണ്.
അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് തലയിൽ തലോടി. അതെ, എനിക്കും തോന്നുന്നുണ്ട് ഭ്രാന്തില്ല എന്ന്. പക്ഷേ ഞാൻ നിന്നെ ഉപദ്രവിച്ചില്ലേ? എന്നെ അടിച്ചോ? ഇതാ ഇവിടെ അടിച്ചോ? അവൻ കവിൾ അവളുടെ നേർക്ക് തിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല കാശി, താൻ നോർമൽ തന്നെയാണ്. നീയും എന്നെ ചതിക്കോ? അവൻ ദയനീയതയോടെ ദുർഗയെ നോക്കി ചോദിച്ചു. ഇല്ല കാശി, താൻ നല്ല മനുഷ്യനാണ്. എന്നെ ഒരിക്കൽ രക്ഷിച്ചവനാണ്. നിന്നെ ചതിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന അന്ന് ഞാൻ സ്വയം ജീവനൊടുക്കും. ദുർഗയുടെ വാക്കുകൾ കേട്ടതും കാശി ആശ്ചര്യത്തോടെ അവളെ നോക്കി. നാസർ ഡോക്ടർ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. കാശിയിൽ നിന്നുണ്ടായ നെറ്റിയിലെ മുറിവിൽ കണ്ണാടിയിൽ നോക്കി മരുന്ന് പുരട്ടുന്ന ദുർഗയോടായി നേഴ്സ് വന്നു പറഞ്ഞു. ദുർഗ ക്യാബിനിലേക്ക് കയറുമ്പോൾ നാസർ ഡോക്ടറുടെ അടുത്ത് ഷാഹുൽ ഡോക്ടറും ഇരിപ്പുണ്ട്. സാർ, ദുർഗ ക്യാബിനിലെ ഡോർ മുട്ടി അകത്തേക്ക് കയറി. ഡോക്ടർ ദുർഗ. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഭ്രാന്തുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. അറിയില്ല സാർ, അയാൾ ഭ്രാന്തനാണോ അതോ ഭ്രാന്തൻ ആക്കിയതാണോ എന്ന്. ദുർഗ തലയും താഴ്ത്തിക്കൊണ്ട് ഡോക്ടർ നാസറുടെ വാക്കുകൾക്ക് മറുപടി നൽകി. വാട്ട്? താൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം ഡോക്ടർ ദുർഗ. ഞാൻ സൈലൻ്റാണ് എന്ന് കരുതി എൻ്റെ കഴിവില്ലായ്മയായി കണക്കാക്കരുത്. സാർ എന്തിനിങ്ങനെ ഹൈപ്പറാകുന്നേ? ഓ, ഞാൻ ദേഷ്യപ്പെടുന്നതിലാണോ തനിക്ക് പ്രശ്നം? നമ്മുടെ ഹോസ്പിറ്റൽ ലാബ് ടെസ്റ്റിന് വിശ്വാസമില്ലാതെ പുറത്ത് ടെസ്റ്റിന് കൊടുത്താൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്യൂച്ചർ അത് ബാധിക്കില്ലേ? താൻ ഒരു വർഷം UK പോയി പഠിച്ചെന്ന് കരുതി തനിക്ക് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? സോറി സാർ, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാനൊന്ന് പറയാം ഡോക്ടർ ദുർഗ. ആ ഭ്രാന്തൻ്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പും വേണ്ട, ശത്രുതയും വേണ്ട. തൻ്റെ ജോലി ട്രീറ്റ്മെൻറ്റ് നൽകുക എന്നതാണ്. അതിൽ ഫോക്കസ് ചെയ്യൂ. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. തനിക്ക് പോകാം. ഓക്കെ ഡോക്ടർ. ദുർഗ തൊട്ടടുത്ത ചെയറിലിരിക്കുന്ന ഷാഹുലിനെ ഒന്ന് നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഷാഹുലിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട്. എന്താ രേണു നിൻ്റെയൊക്കെ ഉദ്ദേശം? അവളെ എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെ അഴിച്ചു വിടുന്നത്? ഞാൻ കൊണ്ടുവരുന്ന ആലോചനയൊന്നും നിനക്ക് പിടിക്കില്ലല്ലോ. നീ തന്നെ പോയി അന്വേഷിച്ച് കൊണ്ടുവാ. എന്നിട്ട് അവളെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്ക്. എൻ്റെ സഹോദരങ്ങളുടെ ഒരവസ്ഥയെ, ഒരുവൻ ശത്രുവിൻ്റെ മകളെയും കൊണ്ട് പുറത്തു പോയി ജീവിക്കുന്നു, മറ്റൊരുവൻ മകളെ കൊണ്ടുള്ള ടെൻഷനും. കൗസല്യ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റുപോയി. രേണുക ഒരക്ഷരം മിണ്ടാതെല്ലാം കേട്ടിരിക്കുകയാണ് ചെയ്തത്. അമ്മ, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദുർഗ കാണുന്നത് എന്തോ ചിന്തയിലിരിക്കുന്ന രേണുകയെയാണ്. ഒന്നുമില്ല മോളെ, നീ ഫ്രഷ് ആവ്, അമ്മ കാപ്പി എടുത്തു വെക്കാം. രേണുക അടുക്കളയിലേക്ക് നടന്നു. ദുർഗ കുളി കഴിഞ്ഞ് നൈറ്റ് ഡ്രസ്സും ധരിച്ച് അടുക്കളയിലേക്ക് വന്നു. അമ്മ കാപ്പിയും പലഹാരവും റെഡിയാക്കി വെച്ചിരുന്നു. അവൾ അത് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രേണുക അടുത്തേക്ക് വന്നത്. മോളെ, എൻ്റെ കൂട്ടുകാരിയുടെ മോൻക്ക് പെണ്ണ് നോക്കുന്നുണ്ട്. അവൾ നിന്നെ ചോദിച്ചു. അവളുടെ മകന് വേണ്ടി. അമ്മ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട മോളെ. ഇന്ന് തന്നെ കല്യാണം കഴിക്കാനല്ല പറയുന്നത്. നീ അവൻ്റെ മോനെ ഒന്ന് പോയി കാണൂ. എന്നിട്ട് നിനക്ക് സമ്മതമാണെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറയാരോ? അമ്മയുടെ കുഞ്ഞല്ലേ, നമുക്ക് പുറത്ത് വെച്ച് കാണാം ചെക്കനെ. നിൻ്റെ കല്യാണം കണ്ടെങ്കിലും അച്ഛൻ്റെ ടെൻഷൻ ഒന്ന് മാറട്ടെ മോളെ. എൻ്റെ കുട്ടി സമ്മതിക്കൂ? ആ അമ്മ, എനിക്ക് സമ്മതക്കുറവില്ല. ദുർഗ മനസ്സില്ല മനസ്സോടെ സമ്മതം കൊടുത്ത് കാപ്പി പകുതി കുടിച്ച് അവളുടെ റൂമിലേക്ക് പോയി. രേണുക അവളോട് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. മകളുടെ മനസ്സ് അമ്മക്കറിയുന്നത് പോലെ ആർക്കറിയാം? രേണുക ദുർഗയുമായി കോഫി ഷോപ്പിൽ വന്നതാണ്. അവർ മണിക്കൂറുകളായി അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ അവർക്കൊരു ഫോൺ കോളാണ് വന്നത്. രേണുകയുടെ ഫ്രണ്ടിൻ്റെ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. ദുർഗയുടെ കല്യാണം മുടങ്ങിയതും അവർ ഒളിച്ചോടിയതുമെല്ലാം അവർ അറിഞ്ഞു എന്ന്. രേണുക ഫോണിൽ കേട്ട വാർത്തയിലെ ഞെട്ടലിലാണ്. അവർ ദുർഗയെ നോക്കി ഫോൺ കട്ട് ചെയ്തു. എന്തേ അമ്മ? അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ദുർഗ വിഷാദ ചിരിയോടെ ചോദിച്ചു. അത് മോളെ, രേണുകയ്ക്ക് എന്ത് മറുപടി കൊടുക്കണം എന്നറിയുന്നില്ലായിരുന്നു. സാരല്ല അമ്മ, ദൈവം ക്ഷമിച്ചാലും ഞാൻ ചെയ്ത തെറ്റ് ലോകം ക്ഷമിക്കില്ല. സാരല്ല. അവൾ അമ്മയെ സമാധാനിപ്പിച്ച് നോക്കിയത് 2 ടേബിളിനപ്പുറം ഇരിക്കുന്ന മഹാദേവനെയും രൂപേഷിനെയുമാണ്. എന്നാൽ കൂടെ ഇരിക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് ഞെട്ടി. ഡോക്ടർ നാസർ. അവൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. അത് ഉറപ്പുവരുത്തി. ഡോക്ടർ നാസർ ഫോണിലെ ആരുടെയോ ഫോട്ടോ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. ദുർഗ വേഗം കൈകൊണ്ട് മുഖം മറച്ചു കളഞ്ഞു. കോഫി ഷോപ്പിൽ നിന്ന് വന്ന ശേഷം ദുർഗയുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥതയിലായിരുന്നു. കാശിനാഥിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണോ അവിടെ നടന്നത്? അവൾ സംശയിക്കാതിരുന്നില്ല. അവൾ കാശിയുടെ മെഡിക്കൽ ഫയൽ കയ്യിലെടുത്ത് സ്കൂട്ടിയിൽ കയറി പുറത്തേക്ക് പോയി.
എന്തേ ദേവ, എന്തിനാണ് നാസർ ഡോക്ടർ വിളിച്ചേ? ദേവികയും സുനന്ദയും ഗീതയും ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്ന മഹാദേവനെയും രൂപേഷിനെയും കണ്ടതും സുനന്ദ ചോദിക്കുകയാണ്. ആ ഏട്ടത്തി കണ്ടു. നമ്മുടെ ഷത്തുവിൻ്റെ കൊച്ചുമകളാണ് അവിടുത്തെ ഡോക്ടർ. എന്താ ദേവ നീ പറയുന്നത്? ആരെക്കുറിച്ചാ? അതേ ഏട്ടത്തി, ഡോക്ടർ ദുർഗ, വലിയടത്തെ ജഗന്നാഥൻ്റെ മകൻ, കൃഷ്ണൻ്റെ വലിയ മകൾ. ഓ ദേവാ, നീ അന്വേഷിക്ക് അവൾ എന്തിനാ അവിടെ എത്തിയെന്ന്. എൻ്റെ കുഞ്ഞിൻ്റെ മേലെ ശത്രുത തീർക്കാനാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാറ്റും എൻ്റെ കുട്ടിയെ. വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റും. സുനന്ദ കടുപ്പത്തിൽ പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റുപോയി.